അപ്പോൾ എടാ മോനെ, എന്തുകൊണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് എയറിൻ്റെ M4 എന്നുള്ള സീരീസിലുള്ള ഒരു പുതിയ മെഷീൻ അൺബോക്സിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മെഷീൻ ഇന്ത്യൻ ഇമ്പോർട്ടഡ് മെഷീനാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാംഗ്ലൂരിലോട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മെഷീനാണ്. ഇത് ഇന്ത്യൻ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇന്ത്യൻ പ്രൈസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ₹1,60,000 ഓൾമോസ്റ്റ് ഉണ്ട്, ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്. പക്ഷേ ഞാനിത് മേടിച്ചിരിക്കുന്നത് UAE-യിലാണ്. അപ്പോൾ അറൗണ്ട് 8,000 dirhams ഇതിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 മോഡലാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കസ്റ്റമൈസ് മോഡലാണ്. സോ ഇത് റെഗുലറായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഇതിനകത്ത് ഇപ്പോൾ 1 TB സ്റ്റോറേജ് ഉള്ള മോഡലാണിത്. ഇതിനകത്തുള്ള സാധനങ്ങൾ നോക്കാം നമുക്ക്. ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനുള്ള ഒരു ചെറിയൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. പഴയ പോലെ സ്റ്റിക്കറൊന്നും വരുന്നില്ല. USB-Cയുടെ ഒരു ചാർജർ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ചാർജർ 70 വോൾട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഇതിൻ്റെ മാക്സേഫിൻ്റെ ഒരു USB-Cയുടെ ഒരു ചാർജർ വരുന്നുണ്ട്. ഈ മെഷീൻ ആക്ച്വലി സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത്. അതേ സെയിം കളറിലാണ് ഇതിൻ്റെ കേബിളും വരുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു കേബിളാണിത്. ഇത് നമുക്ക് 2 മോണിറ്റർ വരെ കണക്ട് ചെയ്യാം. 6K മോണിറ്റേഴ്സ് 2 കണക്ട് ചെയ്യാം ഇതിൽ. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ പോലെ തന്നെയാണ്. പക്ഷേ ഇത് ആക്ച്വലി ഈ കളറ് ഒരു സ്കൈ ബ്ലൂ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 15 ഇഞ്ചും മോഡൽസ് വരുന്നുണ്ട്. അപ്പം കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണ്ടി മെഷീൻസ് ആണെങ്കിൽ 15 ഇഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാനിത് കസ്റ്റമൈസ് മോഡലാണ് എടുത്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇത് ഓണാവും. ഇതിൻ്റെ കീബോർഡ്സ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. കീബോർഡിന് നല്ലൊരു എഫക്റ്റ് ഉണ്ട്. സോ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. ഞങ്ങളിവിടെ UAE-യിലായതുകൊണ്ട് നമ്മളിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. വൈഫൈ നമുക്ക് വേണേൽ എടുക്കാം. സോ ഇപ്പം ഞാൻ തൽക്കാലം വൈഫൈ കണക്ട് ചെയ്യുന്നില്ല. തൽക്കാലം നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. പോളിസി എഗ്രി ചെയ്യുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ആപ്പിളിൽ നിന്നൊരു യൂസർ കൊടുക്കാം. പാസ്വേഡ് 1234 എന്നുള്ളത്. റീജൻ ദുബായ് കൊടുക്കാം. ഒന്നും വേണ്ട തൽക്കാലം. സിറി തൽക്കാലം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നില്ല. ടച്ച് ID തൽക്കാലം നമ്മൾ പിന്നെ സെറ്റപ്പ് ചെയ്യാം. ടച്ച് ID ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. സോ സ്ക്രീൻ നമുക്ക് ഒരു ലൈറ്റ് സ്ക്രീൻ എടുത്തു. സോ ഇതിൽ നമ്മൾ പുതുതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോളിയത്തിൻ്റെ ബട്ടൺ അവിടെ ഒരു സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അത് പഴയ മാക്ബുക്ക് പ്രോയിലൊന്നും അല്ലെങ്കിൽ മാക്ബുക്ക് വെയറിലൊന്നും ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു. ഇത് 13.6 ഇഞ്ച് ഡയഗണലാണ് ഇതിൻ്റെ സ്ക്രീന്. 25,600 × 1664 പിക്സൽ ബ്രൈറ്റ്നസ് ആണ് ഇതിനുള്ളത്, റെസൊല്യൂഷനാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ M4 ചിപ്പാണ്, 24 GB ആണ്. അതുപോലെ തന്നെ 1 TB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. ഞാനിത് കസ്റ്റമൈസ് മോഡലായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് റെഗുലർലി നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഈ മെഷീൻ നമുക്ക് ആപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തണം. അതിനൊരു 3 to 4 വീക്സ് എടുക്കും ആക്ച്വലി. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഇപ്പോൾ സിക്കോയ 15.3 ആണ് ഇപ്പോൾ വരുന്നത്. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കുറച്ചുകൂടെ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റ് കാണാം. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നു. അതുപോലെ ഇതിൻ്റെ ട്രാക്ക് പാഡ് നോക്കിയാൽ നമുക്ക് കാണാം, ഒരു ബ്രോഡായിട്ടുള്ള ഒരു ട്രാക്ക് പാഡാണ് ഇതിന്. ഫോഴ്സ് ക്ലിക്കും ടച്ച് ക്ലിക്കും ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല യൂസർ ഫ്രണ്ട്ലിയാണിത്. അപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്തു. നമുക്കൊരു ഇതിൻ്റെ ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 ഡെസിബൽസ് സൗണ്ട് തരുന്നുണ്ട്. ഇത് നോർമലായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പീക്കറാണ്. ഇതൊരു ചെറിയ മെഷീൻ ആയതുകൊണ്ട് ഇതിന് മാക്സിമം തരാവുന്ന സൗണ്ട് നല്ല ക്ലീനായിട്ട് അത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അത്യാവശ്യം നമുക്ക് ഓഫീസ് മീറ്റിങ്സിനും ഒക്കെ ഉപയോഗിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. സൂമിനും അതുപോലെ തന്നെ ടീംസ് മീറ്റിങ്ങിനും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിനും ഒക്കെ വളരെ നല്ലൊരു ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നൊരു ക്യാമറയാണിത്. 6E വൈഫൈ ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 ബ്ലൂടൂത്താണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. 53.8 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു ചാർജിൽ നമുക്ക് 18 hours വരെ റെഗുലർ യൂസിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.24 kg ആണ്. വളരെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് 2 തണ്ടർബോൾട്ട് അല്ലെങ്കിൽ USB-C പോർട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാഗ്സേഫ് ചാർജ് പോർട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് 70 വോൾട്ടിൻ്റെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഒരു ചാർജറാണ്. ഈ ചാർജർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഡിയോ ജാക്ക് കാണാം. ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 സ്ട്രോങ് ആയിട്ടുള്ള റബ്ബർ ബുഷസ് ഉണ്ട്. വളരെ സ്ട്രോങ് ആൻഡ് റിജിഡാണത്. നമുക്കിതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ ഡിസ്ക് സ്പീഡ് ടെസ്റ്റ് ഉണ്ട് ഇവിടെ. അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് അറൗണ്ട് 3000 Mbps സ്പീഡ് വരുന്നുണ്ട്. അത് റീഡും റൈറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. എല്ലാ ടെസ്റ്റുകളിലും നല്ല പെർഫോമൻസിന് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സറിനോട് കൂടി ഇതിൻ്റെ ഡിസ്ക് കൂടെ ഇത് SSD ഡിസ്ക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിസ്ക് ഇതിൻ്റെ ഈ ഒരു പെർഫോമൻസിൽ റീഡ് റൈറ്റ് സ്പീഡ് കിട്ടുമ്പോൾ സിസ്റ്റം നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് എയർ M4 സീരീസ് 2025 മെഷീൻ നമുക്ക് എല്ലാ ഹോം പർപ്പസിനും ഓഫീസ് പർപ്പസിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് റെഗുലറായിട്ടുള്ള യൂസ് അല്ലാതെ കുറച്ച് ഹയർ ആൻഡ് യൂസും ഇതുകൊണ്ട് പോസിബിളാണ്. അപ് ടു 4K എഡിറ്റിംഗ് വരെ ഇതിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഷോർട്സിനും അതുപോലുള്ള ചെറിയ വീഡിയോകൾക്കും ഇത് മോർ ദാൻ എനഫാണ് ഈ കമ്പ്യൂട്ടർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആപ്പിളിൻ്റെ ഒരു നല്ല ബൈ ആണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് മെഷീനാണ്. ക്രാഷുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിൻ്റെ റെഗുലറായിട്ടുള്ള മെഷീൻ വരുന്നത് 256 GB കപ്പാസിറ്റിയിലാണ്. 512 GB കപ്പാസിറ്റിയും വരുന്നത്. ഇത് ഞാൻ കസ്റ്റമൈസായിട്ട് ആപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് എനിക്ക് 24 GB 1 TB ഹാർഡ് ഡിസ്ക് ഞാൻ വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നമ്മുടെ റെഗുലർ മെഷീനേക്കാളിൽ വളരെയധികം കൂടുതലായിരിക്കും. അത് ഞാൻ ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി ഡ്യൂട്ടി എടുക്കാനും ഈ മെഷീന് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും ബൈ.